നമസ്കാരം. പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ അടുത്ത പതിപ്പിലേക്ക് നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വ്യത്യസ്തമായത് എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിൽ പ്രമേഹം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നൊരു രോഗമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഏതൊക്കെ അവയവങ്ങളെ ഏതൊക്കെ തരത്തിലാണിത് ബാധിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് പലർക്കും അറിയില്ല. എന്തൊക്കെ സംഭവിക്കും? ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ച മങ്ങും. പക്ഷെ എന്തുകൊണ്ട് കാഴ്ച മങ്ങുന്നത് എന്നുള്ളതൊരു രോഗലക്ഷണമാണ്. അതിൻ്റെ പുറകിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പലർക്കും വ്യക്തത ഉണ്ടായിട്ടില്ല. ആ ഒരു അവ്യക്തത മാറ്റാനും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായിട്ടുള്ള അറിവ് പകരാനുമാണ് നമ്മുടെ ശ്രമം. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് ഈ പതിപ്പിൽ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെവി സംബന്ധമായ പ്രശ്നങ്ങളാണ്. ചെവിയും കേൾവി ശക്തിയും സംബന്ധമായ പ്രശ്നങ്ങൾ പ്രമേഹ രോഗികളെ എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെയാണ് അവർക്ക് കാരണം ബുദ്ധിമുട്ടുണ്ടാവുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോണത്. ഇതിൽ ഓരോ രോഗാവസ്ഥയും കുറിച്ച് വളരെ അഗാധമായോ അല്ലെങ്കിൽ വളരെ വലിച്ചു നീട്ടി പറയാനോ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട അടിസ്ഥാന പ്രമാണങ്ങൾ മാത്രമേ ഇവിടെ പറയാൻ പോകുന്നുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മ വയ്ക്കുക, ഡയബറ്റിക്സിൽ പ്രമേഹ രോഗികളിൽ ചെവി സംബന്ധമായ അസുഖത്തിൽ ഏറ്റവും ഗൗരവമുള്ളതും ഏറ്റവും സങ്കീർണവുമായിട്ടുള്ളതാണ് മാലിഗ്നൻറ്റ് ഒട്ടൈറ്റിസ് എക്സ്റ്റേണ. മാലിഗ്നൻറ്റ് ഒട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറയുന്ന ഈ രോഗാവസ്ഥ ചെവിയുടെ പുറത്ത് കാണുന്ന ഭാഗങ്ങളെ ബാധിക്കുന്നതായതിനാൽ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചെടുക്കുകയും ഫലപ്രദമായി ചികിത്സിക്കാൻ സാധിക്കുന്നതുമാണ്. പക്ഷെ പലരും ഇതിനെ അവഗണിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഈ മാലിഗ്നൻറ്റ് ഒട്ടൈറ്റിസ് എക്സ്റ്റേണയിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി അതൊരു ഇൻഫെക്ഷനാണ്. അതായത് ഏതോ രോഗാണുക്കൾ ചെവിയുടെ കോശങ്ങളുടെ ഉള്ളിൽ ചെന്ന് ഒരു പഴുപ്പുണ്ടാക്കുന്ന അവസ്ഥയാണ് മാലിഗ്നൻറ്റ് ഒട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറയുന്നത്. അപ്പോൾ യു ഹാവ് ഒട്ടൈറ്റിസ് എക്സ്റ്റേണ, അതായത് എക്സ്റ്റേണൽ ഇയറിനെ ബാധിക്കുന്ന, പിന്നെ ഒട്ടൈറ്റിസ് മിഡിൽ ഇയറിനെ ബാധിക്കുന്ന, പിന്നെ ഒട്ടൈറ്റിസ് ഇൻറ്റേണ, അതായത് ഇന്നർ ഇയറിനെ ബാധിക്കുന്നത്. അപ്പോൾ ചെവിക്ക് 3 ലെയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാം: എക്സ്റ്റേണൽ, മിഡിൽ ആൻഡ് ഇന്നർ. അപ്പോൾ എക്സ്റ്റേണൽ ഇയറിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പിന്ന എന്ന് പറയും, ഈ ഭാഗത്തിന് പിന്ന എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നത്? പലപ്പോഴും ചെവി തോണ്ടുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ചൊറിച്ചിലുണ്ടാവുമ്പോഴോ നമ്മൾ മാന്താറുണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ നഖങ്ങൾ അവിടെ ക്ഷതം ഏൽപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലവർക്ക് വേറൊരു സ്വഭാവമുണ്ട്, കൈ കിട്ടിയ സാധനമൊക്കെ ചെവിയിലിട്ട് ഇങ്ങനെ തോണ്ടുന്നൊരു സ്വഭാവമുണ്ട്. അത് ചിലപ്പോൾ ഒരു പെൻസിലിൻ്റെ അറ്റമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേനയായിരിക്കാം, ടൂത്ത് പിക്ക്, എന്തും അത് വെച്ച് ചെവി തോണ്ടുന്നൊരു പരിപാടിയുണ്ട്. സാധാരണ ഇതൊന്നും പ്രശ്നമായി മാറാറില്ല. പക്ഷെ പ്രമേഹ രോഗികളിൽ നിർഭാഗ്യവശാൽ ചില സന്ദർഭങ്ങളിൽ ഈ പോറലിലൂടെ ഇൻഫെക്ഷൻ ഉള്ളിലോട്ട് കയറുകയും പിന്നെ ചെവിക്ക് എക്സ്റ്റേണൽ ലെയറിന് സോഫ്റ്റ് ടിഷ്യൂസ് വളരെ കുറവാണുള്ളത്. അതായത് സ്കിൻ കഴിഞ്ഞാൽ വളരെ തിന്നൊരു ലെയറിന് ശേഷം കാറ്റ്ലേജ് ആണ് വരുന്നത്. കാറ്റ്ലേജ് എന്ന് പറയുമ്പോൾ എന്താ അതിന് പറയുക? കാറ്റ്ലേജിന് എനിക്ക് അതിൻ്റെ മലയാളം വാക്ക് ഓർമ്മ വരുന്നില്ല. അസ്ഥിയല്ല, അസ്ഥിയും സോഫ്റ്റ് ടിഷ്യൂവും സ്കിന്നിൻ്റെ ഇടയിൽ കിടക്കുന്ന കാറ്റ്ലേജ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് അതിലിരിക്കുന്നത്. അതിന് ഇൻഫെക്ഷൻ പിടിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ കാറ്റ്ലേജ് താരതമ്യേന ബ്ലഡ് സപ്ലൈ കുറഞ്ഞ ഒരു ഭാഗമാണ്. മനസ്സിലായി? എക്സ്റ്റേണൽ ഇയറിൻ്റെ കാറ്റ്ലേജ് എന്ന് പറഞ്ഞാൽ താരതമ്യേന ബ്ലഡ് സപ്ലൈ കുറഞ്ഞൊരു ഭാഗമാണ്. അതിനാൽ ഈ രോഗാണുക്കൾക്ക് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയെ കൂടുതൽ പേടിക്കേണ്ടതില്ല. കാരണം അവിടെ രക്തയോട്ടം കുറവാണ്. അപ്പോൾ രോഗാണുക്കൾക്ക് അവിടെ ഭയങ്കര പരമസുഖമാണ്. അവർക്കങ്ങനെ പെരുകി അവിടെ സുഖം വാഴാം. ശരിയല്ലേ? അപ്പോൾ കാട്ടിലെ തീ പോലെ അതങ്ങോട്ട് ആളി പടരും. ഏത്? ഇൻഫെക്ഷൻ. ആൻഡ് ഇൻഫെക്ഷൻ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും പോവാം. ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്കായിരിക്കും നയിക്കുന്നത്. സൈഡ് വേസ് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പുറകിൽ മാസ്റ്റോയിഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അസ്ഥിയുണ്ട്. ആ അസ്ഥിയിലേക്ക് ഓസ്റ്റിയോമൈലൈറ്റിസ് ആയിട്ട് അത് മാറാം. അസ്ഥിയിൽ പഴുപ്പ് വരാം. മുകളിൽ ചുറ്റും തലയോട്ടിയാണ് ഇരിക്കുന്നത്. തലയോട്ടിയുടെ ഓരോ അസ്ഥികളിലേക്ക് ഇത് പടർന്ന് പിടിച്ച് അവിടെ
ഇൻഫെക്ഷൻ ഉണ്ടാവാം, ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. ഉള്ളിലേക്കാണ് ഇത് പടർന്നു പിടിക്കുന്നതെങ്കിൽ ഒട്ടൈറ്റിസ് മീഡിയ എന്നുള്ള, അതായത് ഇയർ കനാലിൻ്റെ സൈഡിലൂടെ ഇത് ഉള്ളിലേക്ക് കയറുകയും പിന്നെ ഈ ഇൻഫെക്ഷൻ കാരണം തന്നെ വേറെ പല അവയവങ്ങളും, പ്രധാനപ്പെട്ട രക്തക്കുഴൽ, ഇപ്പോൾ കാവേർണസ് സൈനസ് പോലെയുള്ള പ്രധാനപ്പെട്ട രക്തക്കുഴലുകളിലും പിന്നെ മറ്റുള്ള, അതായത് തലയോട്ടിയുടെ തൊട്ടകത്ത് ഉൾവശത്ത് സ്ഥിതി ചെയ്യുന്ന വേറെ പല രക്തക്കുഴലുകളിലും രക്തം കട്ട പിടിക്കുകയും അതിൻ്റെ വളരെ വളരെ ഗൗരവകരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്കും കാര്യങ്ങൾ നീങ്ങാം. ഇതൊക്കെ സംഭവിക്കുന്ന ചില രോഗാണുക്കളൊക്കെ ഇത് ഈ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലേക്കാണ്, ഓർമ്മ വേണം. അല്ലാണ്ട് മറ്റുള്ള ഇൻഫെക്ഷൻസിനെ പോലെ ദിവസങ്ങളും ആഴ്ചകളും ഒന്നും വേണ്ടി വരാറില്ല ഡയബറ്റിക്സിൽ. ബിക്കോസ് ഓൾറെഡി ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ്, രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞൊരു അവസ്ഥയാണ്. അതിനാൽ ചെവിയിൽ എന്തെങ്കിലും ഒരു ചെറിയ പോറൽ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ഒരിക്കലും സെൽഫ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇരിക്കരുത്. ദൈവത്തോർത്ത് നിങ്ങളുടെ ഡോക്ടറെ കാണുക. ഇറ്റ്സ് എ മസ്റ്റ്. രണ്ടാമത്തെ പ്രശ്നം, പ്രമേഹ രോഗികളിൽ ചെവിയെ സംബന്ധമായി കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സെൻസറി ന്യൂറൽ ഡെഫ്നെസ് ആണ്. അപ്പോൾ എന്താണ് ഈ സെൻസറി ന്യൂറൽ ഡെഫ്നെസ് എന്ന് പറയുന്നത്? രണ്ട് തരത്തിലാണ് നമുക്ക് ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത്. രണ്ട് തരത്തിലാണ്. ഒന്ന്, വായുവിലൂടെ ശബ്ദ തരംഗങ്ങൾ, സൗണ്ട് വേവ്സ് വൈബ്രേഷൻ ആയി ടിംപാനിക് മെംബ്രെയിൻ ഇയർ ഡ്രമ്മിൽ മുട്ടുകയും ഇയർ ഡ്രമ്മിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂറൽ എൻഡിങ്സ്, നെർവ് എൻഡിങ്സ് ആ വിവരം തലച്ചോറിലെത്തിക്കുകയും അതിനെ വിശകലനം ചെയ്ത് ഇന്നതാണ് ശബ്ദം അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് വരുന്നത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഈ വായുവിലെ തന്മാത്രകൾ, ഇത് മോളിക്യൂൾസ്, എയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് വന്നിട്ട് ടിംപാനിക് മെംബ്രെയിൻ എന്ന് പറയുന്ന ഇയർ ഡ്രം എന്ന് സർവ്വസാധാരണമായിട്ട് അറിയപ്പെടുന്ന അവയവമാണ്. അപ്പോൾ ഇയർ ഡ്രമ്മിൽ ചെന്ന് മുട്ടുകയും ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ വൈബ്രേഷൻസ് ഇയർ ഡ്രമ്മിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ നെർവ് എൻഡിങ്സ്, അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അസ്ഥികൾ, 3 അസ്ഥികളുണ്ട്, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ് എന്ന് പറയുന്ന 3 അസ്ഥികളുണ്ട്, ഓസിക്കിൾസ് എന്നും പറയാവേ. ആ അസ്ഥികൾ വഴി ഇന്നർ ഇയറിലേക്ക് പോവുകയും ഇന്നർ ഇയറിൽ നിന്ന് സ്റ്റാറ്റോഅക്കോസ്റ്റിക് നെർവ് വഴി തലച്ചോറിലേക്ക് പോയിട്ട് അങ്ങനെ. അതാണ് ഒന്ന്. ദാറ്റ് ഈസ് കണ്ടക്റ്റീവ് ഹിയറിംഗ്, ദാറ്റ് ഈസ് ദ കണ്ടക്ട്. നെക്സ്റ്റ്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് എന്ന് പറഞ്ഞ വേറൊരു സംഭവം. പിന്നെ കണ്ടക്ഷൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അസ്ഥികളും ഈ ഒരു വിവരം അവിടെ അറിയും. സെൻസറി ന്യൂറൽ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിവരണത്തിൽ പറഞ്ഞില്ല, അതായത് ഞരമ്പുകൾ തലച്ചോറിലേക്ക് ഇതെത്തിക്കും. അതിന് സെൻസറി ന്യൂറൽ ഹിയറിംഗ് എന്നും പറയുന്നു. അപ്പോൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ഉണ്ട്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ഉണ്ട്. കണ്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ അസ്ഥികളും, അതായത് ടിംപാനിക് മെംബ്രെയിൻ അസ്ഥികളും ഈ വിവരം എത്തിക്കുകയും സെൻസറി ന്യൂറൽ എന്ന് പറയുമ്പോൾ നെർവ്സ് വഴി ഇവിടെ എത്തിക്കുന്നത്. ഡയബറ്റിക്സിൽ സംഭവിക്കുന്ന യൂഷ്വലി സെൻസറി ന്യൂറൽ ഡെഫ്നെസ് ആണ്. അതായത് അവർക്ക് ഈ വൈബ്രേഷൻസ് സെൻസ് ചെയ്യാൻ പറ്റും. വൈബ്രേഷൻസ് ഇപ്പോൾ അസ്ഥികളിൽ വന്ന് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ശബ്ദം, നമ്മുടെ അസ്ഥികളിലും ചെറിയൊരു, ദേ ആർ മേഡ് ഓഫ് സോളിഡ് ആൻഡ് സോളിഡ് മെറ്റീരിയൽസ് ട്രാൻസ്മിറ്റ് സൗണ്ട് മച്ച് ഫാസ്റ്റർ ദാൻ ലിക്വിഡ് ആൻഡ് എയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസിക് ഫിസിക്സിൽ, ഓർക്കുന്നുണ്ടോ? അതായത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി കൂടുന്തോറും അത് സൗണ്ട് വേവ്സ് കൂടുതൽ വേഗത്തിൽ പ്രവഹിക്കാൻ ഇടവരുത്തും. ഓർമ്മകളും. അപ്പോൾ സെയിം ഹിയർ. അപ്പോൾ സ്കളുടെ ബോൺസ്, അതുകൊണ്ടാണ് തിൻ ബോൺസാണ് ഈ ഭാഗത്തൊക്കെ ഇരിക്കുന്നത്. അതിലൂടെയും നമുക്ക് ശബ്ദ തരംഗങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. അതിനാണ് കണ്ടക്റ്റീവ് ഡെഫ്നെസ് എന്ന് പറയുന്നത്. അത് ഫീൽ ചെയ്യാൻ പറ്റാത്തതിനെ കണ്ടക്റ്റീവ് ഡെഫ്നെസ് എന്ന് പറയും. പിന്നെ നേരത്തെ പറഞ്ഞ ഞരമ്പുകൾ വഴി തലച്ചോറിലേക്ക് എത്തുന്ന വിവരങ്ങൾ എത്താതിരിക്കുന്നത് കാരണം സെൻസറി ന്യൂറൽ ഡെഫ്നെസ്. ഡയബറ്റിക്സിൽ സെൻസറി ന്യൂറൽ ഡെഫ്നെസ് ആണ് കൂടുതൽ ഉണ്ടാകുന്നത്. അതായത് ഈ ഞരമ്പിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നില്ല. മറ്റുള്ള എല്ലാ അവയവങ്ങളിലുള്ള അതേ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഈ ഡയബറ്റിക്സിൽ ചെവി സംബന്ധമായി വരാറ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവർക്ക് കേൾവിശക്തി കുറയുന്നു. കേൾവിശക്തി കുറയുന്നത് വേറെ പല പ്രശ്നങ്ങൾക്കും കാരണമാവാറുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കുമോ? വളരെ ബുദ്ധിമുട്ടാണ്. ഈ സെൻസറി ന്യൂറൽ ഡെഫ്നെസ് ചികിത്സിച്ച് ഭേദപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ സാവധാനമാണ് ഇത് വരുന്നതിനാൽ ശരീരം ഒരു വലിയ പരിധിവരെ ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇവരുടെ കേൾവിശക്തി നമ്മൾ ഓഡിയോമെട്രിയിലൂടെ അളന്നു കഴിയുമ്പോൾ അത് വളരെ കുറവായിട്ട് കാണപ്പെടുമെങ്കിൽ പോലും ഇവർക്ക് ദൈനംദിന ജീവിതത്തിൽ ഇത് വലിയ പ്രശ്നമാവാറില്ല. കാരണം ചുണ്ടനക്കങ്ങളിലൂടെയും പിന്നെ നേരത്തെ പറഞ്ഞ കണ്ടക്റ്റീവ് ബോൺ കണ്ടക്ഷൻ വഴി സൗണ്ട് ഇവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നതും കാരണം ഇവർക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല.
എന്നാലും ഇത് വിലയിരുത്തിയിട്ട് പ്രത്യേകിച്ച് യങ് ഡയബറ്റിക്സ്, ഇപ്പോൾ 40s-ലും 50s-ലൊക്കെയുള്ള യങ് ഡയബറ്റിക്സിന് ഇത് നല്ലൊരു ENT സർജനെ ചെന്ന് കാണിച്ചിട്ട് അല്ലെങ്കിൽ ഓഡിയോ മെട്രിക്സിനെ ചെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. എത്രത്തോളം സെൻസറി ന്യൂറൽ ഡെഫ്നെസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും അളന്ന് തിട്ടപ്പെടുത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതിനു വേണ്ടിയുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ആ രീതിയിൽ ചികിത്സിച്ചാൽ വലിയൊരു പരിധിവരെ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഡയബറ്റിക്സിൽ ഈ ചെവി സംബന്ധമായ ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ ഇത് രണ്ടുമാണ്. പിന്നെ നമ്മൾ ചെവി സംബന്ധമായ വേറൊരു പ്രശ്നം ഈ ബാലൻസ് കിട്ടാത്ത ചില സ്ഥിതിവിശേഷങ്ങൾ. അത് പല 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 രോഗാവസ്ഥകളുണ്ട്. ഞാൻ എല്ലാത്തിനെയും കുറിച്ച് പറയുന്നില്ല. ഏറ്റവും പ്രധാനമായത് വെർട്ടൈഗോ എന്ന് പറയുന്നത്. വെർട്ടൈഗോ എന്ന് പറയുന്ന അസുഖത്തിൽ പേഷ്യൻറ്റിന് തലക്കറക്കം ഉണ്ടാവും. ചെവിക്കകത്ത് ചിലപ്പോൾ മൂളുന്ന ഒരു ശബ്ദം പോലെ തോന്നിയേക്കാം. ആൻഡ് എഴുന്നേറ്റ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ അവർക്ക് ബാലൻസ് നഷ്ടപ്പെടുന്നതായിട്ട് കാണാം. ചിലപ്പോൾ അവർ ബാലൻസ് നഷ്ടപ്പെട്ട് വീണ് പോകുന്നതായിട്ടും കാണാറുണ്ട് വെർട്ടൈഗോ. ആൻഡ് ദേ ഹാവ് ദിസ് വോമിറ്റിംഗ് സെൻസേഷൻ. അവർക്ക് ഈ നോസിയ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് യാത്ര ചെയ്യാനൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാവാറുണ്ട്. ഇത് ഒരു ഇന്നർ ഇയർ പ്രോബ്ലമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനും ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. പ്രമേഹ രോഗികളിൽ ഇത് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു വകഭേദമാണ് മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരവസ്ഥ. മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരവസ്ഥയും കാണാറുണ്ട് ഡയബറ്റിക്സിൽ. അപ്പോൾ ഡയബറ്റിസും ചെവി സംബന്ധമായ പ്രശ്നങ്ങളിലും ഏറ്റവും അപകടകാരിയായിട്ടുള്ളതാണ് മാലിഗ്നൻറ്റ് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഏറ്റവും വിശദമായിട്ട് പറഞ്ഞത്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളറിയുന്ന നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കോ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണിക്കുക. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക. അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.